മാർച്ച് 30-ന് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുന്നതിന് ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി പോർട്ടബിൾ ക്യാമറ സ്ഥാപിച്ചു. ഇതിനായി പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു. 2025 മാർച്ച് 30-ന് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുന്നതിന് ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി പോർട്ടബിൾ ക്യാമറ സ്ഥാപിച്ചു. ഇതിനായി പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും ആരംഭിച്ചു. ഇതിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ നിർവഹിച്ചു. 2025 മാർച്ച് 30-ന് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായും മാലിന്യമുക്തം ആകുന്നതിനുള്ള പരിശ്രമങ്ങൾ ഏതാണ്ട് പൂർണ്ണതയിൽ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പോർട്ടബിൾ ക്യാമറ അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ മാലിന്യം ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. ചില ആളുകൾ എന്നാൽ നമ്മളോട് സഹകരിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ തന്നെയാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു മധുകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി പവിത്രൻ, ജനപ്രതിനിധികളായ ജയപ്രകാശ്, ശ്രീലേഖ അനിൽകുമാർ, ശ്രീലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രജി ദേവി, പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കെൽട്രോണിന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത്, വലിച്ചെറിയൽ മുക്ത ഗ്രാമപഞ്ചായത്ത് എന്നിവയാണ് പോർട്ടബിൾ ക്യാമറകൾ സ്ഥാപിക്കുന്നത് മുഖേന ലക്ഷ്യമിടുന്നത്. മാലിന്യ നിക്ഷേപകർക്കെതിരെ ശക്തമായ നിയമ നടപടികളും പിഴകൾ ഈടാക്കുന്നതുമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം എന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തെ വരുന്ന 31-ാം തീയതി മാലിന്യമുക്ത കേരളമായി ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്തും മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിവിധ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ജൈവ മാലിന്യ സംസ്കരണം ഒരു വലിയ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ഭവനങ്ങളിലും കിച്ചൺ ബിന്ന് വിതരണം ചെയ്യുവാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അത് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യം, അത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വളരെ കൂടുതൽ കാര്യക്ഷമമായി പത്തിയൂരിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് പല മാസങ്ങളിൽ 100% യൂസർ ഫീ കളക്ട് ചെയ്തുകൊണ്ട് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലെ പത്തിയൂരിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു യജ്ഞത്തിൽ, ഈ ക്യാമ്പയിനിൽ ഇറങ്ങിത്തിരിച്ചപ്പോൾ, എന്നാൽ ചില സാമൂഹിക വിരുദ്ധർ ഇതിനെതിരായി നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന പഞ്ചായത്തിന് കണ്ടുവരാറുണ്ട്. അത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മോശമായ ഒരു അവസ്ഥയിലാണ് പോകും. ഇത് പരിഹരിക്കുവാൻ വേണ്ടിയാണ് പഞ്ചായത്ത് ഈ പോർട്ടബിൾ ക്യാമറ എന്ന പദ്ധതി, ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് പോർട്ടബിൾ ക്യാമറ സ്ഥാപിക്കുന്ന ഒരു പഞ്ചായത്ത് നമ്മുടെ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത്. ഇന്നാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രവർത്തനം ഇത് ഉദ്ദേശിക്കുന്നത്, എവിടെയാണ് പൊതുസ്ഥലങ്ങളിൽ പരാതി വരുന്നു, മാലിന്യങ്ങൾ കുന്നുകൂടുന്നു, പൊതുജനങ്ങൾ വലിച്ചെറിയുന്നു എന്ന് പരാതി വരുന്ന സ്ഥലങ്ങളിൽ രഹസ്യമായി ഈ ക്യാമറ കൊണ്ടുവെക്കുന്നു. 5-10 ദിവസം അത് നിരീക്ഷിക്കുന്നു. അതിൻ്റെ കൺട്രോൾ റൂം പഞ്ചായത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. രാവും പകലും അതിൻ്റെ കൺട്രോൾ റൂം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ടെക്നീഷ്യൻ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ ഈ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കൃത്യമായി പിടിക്കപ്പെടുകയും അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയും കർശനമായ പിഴ ചുമത്തുകയും ചെയ്യും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പിഴ ചുമത്തുകയും ചെയ്യും. ഇതാണ് നമ്മൾ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണ്ടും അടുത്ത ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്ന് പരാതികൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലങ്ങളിലൊക്കെ ഈ ക്യാമറ വീണ്ടും മാറ്റി അവിടെ കൊണ്ടുവച്ച് ഇങ്ങനെയുള്ള തന്നെ കക്കൂസ് മാലിന്യം ഒഴുക്കുന്നത് ഗവൺമെന്റ് പല പ്ലാന്റുകൾ ഒക്കെ ഉണ്ട് ഈ കക്കൂസ് മാലിന്യങ്ങൾ എത്തിക്കുവാൻ. പക്ഷേ കക്കൂസ് മാലിന്യം സംഭരിക്കുന്നവർ എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രദേശത്ത് പല സ്ഥലങ്ങളും, പൊതുസ്ഥലങ്ങളിൽ വരെ, പൊതു റോഡുകളിൽ വരെ കക്കൂസ് മാലിന്യം കൊണ്ട് രാത്രിയുടെ മറവിൽ തട്ടുകയാണ്. ഇതൊക്കെ ഈ പോർട്ടബിൾ ക്യാമറ വെക്കുന്നതോടുകൂടി തീർച്ചയായിട്ടും ഇതെല്ലാം ഒഴിവാകുകയും പത്തിയൂർ ഗ്രാമപഞ്ചായത്തിനെ ജനങ്ങളുടെ എല്ലാം സഹകരണത്തോടുകൂടി മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് നമുക്ക് ഈ മാസം മാർച്ച് 31-ന് പ്രഖ്യാപിക്കാമെന്ന് മാത്രമാണ് ഈ പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകണമെന്നാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെടുന്നത്. CD Net News, പത്തിയൂർ.